ഈ എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഈ കമ്പി 1.25 ഇഞ്ചാണ്. ഇതുപോലെയുള്ള ഇതിനേക്കാളും വണ്ണം കൂടിയ ഇതിനേക്കാളും ഹാർഡായ കാസ്റ്റയണാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഈ സാധനം ഉപയോഗിച്ച് ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു മാസത്തിലധികം ഉപയോഗിച്ചു എന്ന് പറയുന്ന ആക്സോ ബ്ലേഡ് ഇത് 1 മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പല്ലുകൾ മുഴുവൻ വീഴുന്നു. ഇതൊന്നിനും ഉപയോഗിക്കാൻ പറ്റാതെ വെറുമൊരു ഇരുമ്പ് എന്താ പറയുക തകിടിൻ്റെ കഷ്ണമായി മാറും. എവിടെയാണ് ഉപ്പ് വെച്ച് ദ്രവിപ്പിച്ചു എന്ന് പറയുന്നത്? ഇതെങ്ങനെയാണ് സാധ്യമാകുക? ഇതിലെവിടെ ഉപ്പ് പുരട്ടിയാലും ഉപ്പ് താഴേക്ക് പോകില്ല. 10 ഗോവിന്ദ സ്വാമിമാർ വിചാരിച്ചാൽ ഈ കമ്പി വളർത്താൻ സാധിക്കും. ഇങ്ങനെ ഈ കമ്പി പൊളിച്ച് പുറത്ത് കിടന്നിട്ട് ആ മതിൽ ചാടാൻ അവിടെ വെള്ളം ശേഖരിക്കാൻ വെച്ചിരുന്ന ഡ്രമ്മുകൾ അദ്ദേഹം ഇതേപോലെയാണ്. 3 ഡ്രമ്മുകൾ വീട്ടിൽ വെച്ച് ഇതിൻ്റെ മുകളിൽ കയറിയെന്നാണ്. ഒരാൾക്ക് പോയിട്ട് എങ്ങനെ ഈ കണ്ണിൻ്റെ മുകളിലേക്ക് ആക്കി കറങ്ങുന്നു? ഈ 3 കണ്ണിൻ്റെ മുകളിലേക്ക് ഏത് കണ്ണിൽ ഹെലികോപ്റ്ററിൽ പോയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു കൈപ്പടമില്ലാത്ത ഈ ഗോവിന്ദസ്വാമി എങ്ങനെയാണ് അതിൻ്റെ മുകളിലേക്ക് ചാടിപ്പിടിച്ച് ഈ പറയുന്ന കൈപ്പടമില്ലാതെ കയറിയെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ഉത്തരം. ഒരിക്കലും ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാട്ടം സാധ്യമാകില്ല എന്ന് PV അൻവർ പറയുന്നത് അത് തെളിവുകൾ സഹിതമാണ്. എന്തായാലും ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ PV അൻവർ ആവർത്തിക്കുകയാണ്. അതും ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം കൃത്യമായി പുനരാവിഷ്കരിച്ചുകൊണ്ട് തന്നെ. അനീഷ് തോട്ടക്കാടിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.